ഞാൻ പറയുന്നു, ഇവിടെ വിഭാഗീയത പറഞ്ഞ ആളെ കൂട്ടുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, ഈ വേദിയിൽ വന്ന് CPIM-ന്റെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി ജാഥ നയിച്ചുകൊണ്ട്, വികസന ജാഥ എന്ന പേരിൽ ജാഥ നയിച്ചുകൊണ്ട് ഈ വേദിയിൽ വന്നിട്ട് ഇവിടെ വടകരയിൽ വന്ന് ഇതേ വേദിയിൽ പന്തലിട്ടുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, വൈകുന്നേരം കസേര നിരത്തി ആളുകളെ ഇരുത്തി പറഞ്ഞത്, ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഞാനൊരു കാര്യം ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളോട് പറയുന്നു, നിങ്ങൾ ആ ചാപ്പ കുത്താൻ കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ ഒന്നിന് ഏതാണ്ട് 2 വർഷത്തിന്റെ പഴക്കമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം നിങ്ങൾ സൃഷ്ടിച്ച ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ടിന്റെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ വർഗീയതയുടെ ചാപ്പ ഞങ്ങളുടെ മേലെ ചുമത്താൻ, ഞങ്ങളുടെ മേലെ കുത്താൻ നിങ്ങൾ ആഞ്ഞു ശ്രമിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോഴും കേരളം ഈ സെക്കൻഡിലും ഭരിക്കുന്നത് CPM തന്നെയല്ലേ? ആ CPM-ന്റെ സെക്രട്ടറി തന്നെയല്ലേ ഗോവിന്ദൻ മാഷ്? ആ പാർട്ടിയുടെ തീരുമാനപ്രകാരമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നത്? അദ്ദേഹം തന്നെയല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും? ഈ വടകരയുടെ മണ്ണിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരാൻ എന്താണ് പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ പോലീസിന് കഴിയാതെ പോയത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ കണ്ടെത്താൻ കഴിയാതെ പോകുന്നതല്ല, കണ്ടെത്താത്തതിന്റെ കാരണം അത് ഞങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഈ യാത്രയും ആ യാത്രയും തമ്മിലുള്ള പ്രത്യേകത, അതിൻ്റെ വ്യത്യാസങ്ങൾ. അത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയും 2 യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 2 യാത്രയും അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണ്, 2 യാത്രയും ജനങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ചപ്പാട് എന്താണ്, 2 യാത്രയുടെ നായകരും ജനങ്ങളോട് സംവദിക്കുന്നത് എന്താണ്, ആരാണ് നാളെക്കുറിച്ച് പറയുന്നത്, ആരാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്, ആരാണ് വ്യാജമായ അവകാശവാദങ്ങളിലൂടെ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയുന്നു, മഹാത്മാവിന്റെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ നിന്ന് മഹാത്മാവിനെ നീക്കം ചെയ്യാൻ BJP-യുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. ഇവിടെ ഒരു പ്രചരണം നടക്കുക, ഇടതുപക്ഷം ഉണ്ടത് കൊണ്ട് മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ നാട്ടിൽ നടപ്പിലായതെന്ന്. 2004 തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോമൺ മിനിമം പ്രോഗ്രാം വരുന്നതിന്റെ എത്രയോ മുമ്പ് ആ വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുത്ത് അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കുമെന്ന ഉറച്ച തീരുമാനമെടുത്ത അന്നത്തെ UPA-യുടെ തലപ്പത്തുള്ള സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ള നേതൃത്വം അതിനെ പിന്തുണച്ച CPM-ന്റെ അന്നത്തെ പിന്തുണയെ അതിനൊരിക്കലും വില കുറച്ച് കാണാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. പക്ഷെ ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു UPA ഗവൺമെന്റ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യം അത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയപ്പോ ഇപ്പോ അതിന്റെ പൂർണ്ണമായ അവകാശം തങ്ങൾക്ക് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പാവപ്പെട്ടവന് പെൻഷൻ വേദിയുടെ സൈഡിൽ നിന്ന് കയ്യിലേക്ക് എണ്ണിക്കൊടുത്തിട്ട് ഇത് ഞങ്ങളില്ലെങ്കിൽ തരില്ല എന്ന് പറഞ്ഞ ഭീഷണിയുടെ ഭാഷയിൽ ആ പാവപ്പെട്ടവരെ പേടിപ്പിക്കുന്ന തരത്തിൽ അവരുടെ പ്രയാസങ്ങളെ അതിനെ മുതലെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ, അധികാരത്തിലേക്ക് എത്താനുള്ള അവസാന ലാപ്പിലെ സർവസ്വവുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിങ്ങൾ നടത്തുന്നു. എന്തിനധികം പറയുന്നു, അതിലെല്ലാത്തിലും ഉപരി നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന വിഭാഗീയത നിറഞ്ഞ പ്രസ്താവനകൾ. ഇവിടെ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട MLA ഉണ്ട്. ആ MLA-ക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അറ്റാക്കും അത് നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്നാണ്. കാരണം നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനേക്കാൾ, സ്വത്തിനേക്കാൾ, സമാധാനത്തെക്കാൾ നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് ചില പാർട്ടി ഗുണ്ടകളുടെ മോചനത്തിനായിരുന്നു എന്നുള്ളത് അത് ഈ നാട് ശരിക്ക് തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിനുണ്ടാവേണ്ട മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഈ യാത്ര നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പുതുയുഗ യാത്ര എന്നതിന് പേരിട്ടിരിക്കുന്നത്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന നയങ്ങളാണ് ഈ യാത്രയിലുടനീളം അവതരിപ്പിക്കപ്പെടുന്നത്. തലശ്ശേരിയിൽ കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട ജനങ്ങളുമായി നടത്തുന്ന സംവാദം അടുത്തിരുന്ന് ഞാൻ കണ്ടു. 31ഓളം വിഭാഗങ്ങളിൽപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ അവിടെ വന്നവരുടെ സങ്കട കണ്ണുനീർ അത് ആ അപേക്ഷകളിലൂടെ അവിടെ കൊടുത്തു. ഒരു കാര്യം പറയാം, ഓർഫനേജിൽ കഴിയേണ്ടി വരുന്ന അമ്മമാരുടെ പെൻഷനെ സംബന്ധിച്ച് പോലുമുള്ള നിവേദനങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന് പറഞ്ഞ് കരഞ്ഞ്
ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരണപ്പെട്ടു പോയവരുടെ കുടുംബാംഗങ്ങൾ പോലും വന്ന് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി നിൽക്കുന്ന അമ്മമാരവിടെ വന്ന് പരാതി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി, പൗരപ്രമുഖരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആരാണ് പൗരപ്രമുഖർ? മിനി കൂപ്പറുകാരല്ല. പൗരപ്രമുഖർ എന്ന് പറയുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ഇവിടെ ഈ പാവപ്പെട്ടവരാണ്, പെൻഷൻ കിട്ടാത്തവരാണ്, ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണ്, വഴിയോര കച്ചവടക്കാരാണ്, കച്ചവടം നടത്തി പ്രയാസപ്പെടുന്ന വ്യാപാരികളാണ്. ഈ നാട്ടിലെ സർവ്വസ്വവും നഷ്ടപ്പെട്ടു പോകുന്ന സാധാരണക്കാരൻ, അവരാണ് പ്രമുഖൻ. അവരുടെ ശബ്ദത്തിനാണ്, അവരുടെ പ്രയാസങ്ങൾക്കാണ്, അത് കേൾക്കാനാണ് ഈ യാത്ര. അതിൻ്റെ പരിഹാരമാണ് ഈ യാത്രയുടെ നിർദ്ദേശങ്ങൾ. ബാക്കി കാര്യം അദ്ദേഹം പറയും. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനകത്ത് ഒരു മര്യാദയുമില്ലാതെ CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാർ തോൽക്കുന്ന വിഭാഗീയത CPM നേതാക്കന്മാരുടെ വായിൽ നിന്ന് നിരന്തരം വരുന്നു. എൻ്റെ മേലെ, ഞങ്ങളുടെ മേലെ വർഗീയ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന ഗോവിന്ദ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന, നാട്ടിലെ ജനങ്ങൾ മാന്തി പുണ്ണാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മുറിവുകൾ അത് വീണ്ടും മാന്തി പുണ്ണാക്കാൻ ശ്രമിക്കുന്ന AK ബാലന്റെ പ്രസ്താവനയോട് ഈ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് പറയുന്ന സജി ചെറിയാന്റെ പ്രസ്താവനയോട് നിങ്ങളുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങളുടെ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത്? അപ്പൊ സംഘപരിവാറിന്റെ ടോണും സംഘപരിവാറിന്റെ ഛായയും സംഘപരിവാറിന്റെ ഭാഷയും അത് CPM കടം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ CPM-നെ നിലക്ക് നിർത്താൻ, ആ CPM-നെ തിരുത്താൻ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ, സഖാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ നേതൃത്വത്തെ പാർട്ടി തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അയ്യന്റെ സ്വത്ത് കവർന്ന പത്മകുമാർ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനും ധീര രക്തസാക്ഷിത്വം വഹിച്ച ധനരാജന്റെ കുടുംബത്തിന്റെ സഹായം നിഷേധിച്ചതിനെ അതിനെ തുറന്നു പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തുമായിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇത്തവണത്തെ ബാലറ്റ് മെഷീൻ മുമ്പിൽ വരുമ്പോ ജനാധിപത്യ മുന്നണിയുടെ ചിഹ്നങ്ങളിൽ, RMPയുടെ ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസ്സുകാർ മാത്രമായിരിക്കില്ല, ലീഗുകാർ മാത്രമായിരിക്കില്ല, RMPക്കാർ മാത്രമായിരിക്കില്ല, നിഷ്പക്ഷരായ ആളുകൾ മാത്രമായിരിക്കില്ല. വോട്ട് രേഖപ്പെടുത്താൻ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല സഖാവുണ്ടെങ്കിൽ അവന്റെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നുണ്ട്.